ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവർ വളരെയധികം കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കും. വളരെ ശാന്തമായിട്ടിരിക്കാൻ അവർക്ക് സാധിക്കും. ചുറ്റും എത്ര വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിലും ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും അവർ ഒട്ടും പാനിക്കാവാതെ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ. എന്താണ് അവരുടെ മനഃശാസ്ത്രം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊരു സിറ്റുവേഷനിലും കാം ആൻഡ് കമ്പോസ്ഡായി ഇരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് നല്ല ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടായിരിക്കും. എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിൽ പ്രതികരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കാൻ അവർക്ക് കഴിയും. അവർ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചിട്ടൊക്കെ പ്രതികരിക്കുള്ളൂ. അല്ലാതെ ചാടിക്കേറി അപ്പം എന്താണോ തോന്നുന്നത് അത് അങ്ങനെ അങ്ങ് പ്രതികരിക്കുന്ന ആളുകളായിരിക്കില്ല. അവരുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും പിടിച്ചു നിർത്താനും ഒക്കെ അവർക്ക് കഴിയുന്നുണ്ടായിരിക്കും. എന്നിട്ട് അവർ തീരുമാനിക്കും ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല ബെറ്റർ ഡിസിഷൻസ് എടുക്കാനൊക്കെ കഴിയും. നല്ല ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള ആളുകളായിരിക്കും ഇവർ. മുമ്പ് അവരുടെ ജീവിതത്തിൽ, അവരുടെ പാസ്റ്റിൽ അവർ ഒരുപാട് വിഷമകരമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഒരുപാട് വിഷമകരമായ അവസ്ഥകളെ അവർ അതിജീവിച്ചിട്ടുണ്ടായിരിക്കും. ഒരു പ്രശ്നവും അഭിമുഖീകരിക്കാതെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ അത്ര സ്ട്രോങ് ആയിരിക്കാനുള്ള ചാൻസ് ഇല്ല. നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വരുന്നോ ഓരോ പ്രശ്നങ്ങളെ അതിജീവിക്കുമ്പോൾ നമ്മൾ ഒരു പടി സ്ട്രോങ്ങർ ആവുകയാണ് ചെയ്യുക. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം നമ്മൾ കാണാൻ. ഓരോ പ്രശ്നങ്ങളെ അതിജീവിക്കുമ്പോഴും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. നമുക്ക് ഇനി എന്ത് വന്നാലും അതിനെ നേരിടാം എന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്മൾ പക്ഷികളുടെയൊക്കെ കാര്യം പറയാറില്ലേ, ഒരിക്കലും മരക്കൊമ്പിൻ്റെ വലുപ്പം നോക്കിയിട്ടോ അതിൻ്റെ ബലം നോക്കിയിട്ടോ അല്ല ഒരു പക്ഷി അതിലിരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷിയുടെ വിശ്വാസം എന്താണ്? അതിൻ്റെ ചിറകുകളിലാണ്. അതിന് പറന്നുയരാൻ കഴിയും. മരക്കൊമ്പ് പൊട്ടി വീണാലും താൻ വീഴില്ല. കാരണം എന്താണ്? തനിക്ക് പറന്നുയരാൻ കഴിയും എന്നുള്ളൊരു ധൈര്യം ആ പക്ഷിക്കുണ്ട്. അപ്പോൾ അത് വിശ്വസിക്കുന്നത് അതിൻ്റെ ചിറകിലാണ്. അതുപോലെ തന്നെയാണ് ഈ കാമായി ഇരിക്കാൻ കഴിയുന്ന ആളുകളുടെ, ശാന്തരായി ഇരിക്കാൻ കഴിയുന്ന ആളുകളുടെ മനസ്സ് എന്ന് പറയുന്നത്. എന്ത് പ്രശ്നം വന്നാലും തനിക്കതിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള തൻ്റെ കഴിവിലാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ശാന്തരായിരിക്കാൻ കഴിയും. ഇതും കടന്നു പോകും എന്നുള്ളൊരു ചിന്തയായിരിക്കും അവർക്കുണ്ടായിരിക്കുക. അല്ലാതെ തൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നു, വേറെ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കില്ല അവർ ജീവിക്കുന്നുണ്ടായിരിക്കുക. വേറൊരാളെ ആശ്രയിക്കുന്നുണ്ടായിരിക്കില്ല. ദേ ഫോക്കസ് ഓൺ വാട്ട് ദേ ക്യാൻ കൺട്രോൾ. നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അവർ ആകെ വെറിയിടായിരിക്കും. അത് പല കാര്യങ്ങളും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും. എന്നാലും ഇവർ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ വിചാരം ഇവർ ടെൻഷൻ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നം ഒന്ന് ലഘുവാകും, അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യപ്പെടും എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇമോഷണലി റെഗുലേറ്റ് ആയ കാമായിരിക്കാൻ കഴിയുന്ന ആളുകൾ അവർ എന്തിന് ടെൻഷൻ അടിക്കണം എന്നവർ ചൂസ് ചെയ്യും. കാരണം എന്താണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, എന്താണ് എനിക്ക് മാറ്റാൻ പറ്റുക, അതിൽ ടെൻഷൻ അടിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലേ. അങ്ങനെ അത് മാറ്റാൻ നോക്കിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളിലൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ യുദ്ധം നടക്കുകയാണ്, അപ്പോൾ ആ യുദ്ധം എന്ന് നിൽക്കും എന്നൊക്കെ കരുതി അയ്യോ യുദ്ധം നടക്കുകയാണ് പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്കതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ ലൈഫിൽ എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഗ്യാസ് കുറച്ച് ഉപയോഗിക്കാം, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം, പെട്രോളിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ എന്താണുള്ളത് അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ യുദ്ധം എങ്ങനെയെങ്കിലും നിൽക്കണം എന്നും പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ അതുപോലെയാണ് ഈ ശാന്തരായിരിക്കാൻ കഴിയുന്ന ആളുകൾ തനിക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക അതിലായിരിക്കും അവരുടെ ഫോക്കസ് ഉണ്ടായിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ടെൻഷൻ അടിക്കാൻ അവർ തയ്യാറാവില്ല. ദേ പ്രാക്ടീസ് ആക്സെപ്റ്റൻസ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. ഇങ്ങനെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ കോവിഡൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അയ്യോ അതെങ്ങനെയെങ്കിലും മാറ്റണം എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും പോവാതെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് പുറത്തധികം പോകാതിരിക്കുക, മാസ്ക് ധരിക്കുക, വീട്ടിനുള്ളിലിരിക്കുക, അങ്ങനെയുള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് അത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും ഫൈറ്റ് ചെയ്ത് അതിനെ മാറ്റാനൊക്കെ ശ്രമിക്കുന്നതിന് പകരം ചില കാര്യങ്ങളൊക്കെ അവർ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെയുള്ളതാണ് ദേ ഡോണ്ട് ടേക്ക് എവറിത്തിങ് പേഴ്സണലി. ആളുകൾ നമ്മളോട് ബഹളം വയ്ക്കുന്നതും വഴക്കിടുന്നതും ഓരോ സ്വഭാവവും കാണിക്കുന്നത് അവരുടെ റിഫ്ലക്ഷനാണ്. അവരുടെ ഉള്ളിൽ തന്നെയുള്ള അവരെയാണ് അവർ പുറത്ത് കാണിക്കുന്നത്. വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരാം. ചിലപ്പോൾ നമ്മളോടുള്ള ദേഷ്യമായിരിക്കില്ല അവർ കാണിക്കുന്നുണ്ടായിരിക്കുക, അവരുടെ ഫ്രസ്ട്രേഷൻ പുറത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെയുള്ള ശാന്തരായ ആളുകൾക്ക് ഉണ്ടായിരിക്കും. എല്ലാ പ്രശ്നങ്ങളും അത് തനിക്കെതിരെയല്ല, മറിച്ച് എല്ലാവരും അവനവനോട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്നർ ബാറ്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് അല്ലേ. പിന്നെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അവർ ചിന്തിക്കും, അവർക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ പ്രശ്നം
എത്ര ദിവസം അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരിക്കും, ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുമോ, അതോ ഇത് ഒരു മാസത്തോളം, അതോ നമ്മുടെ ജീവിതകാലം മൊത്തം ഇതെനിക്കൊരു പ്രശ്നമാവുമോ എന്നൊക്കെ ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ട് അവർക്ക്. 5-10 മിനിറ്റ് കുറച്ച് വിഷമിച്ചിട്ട് പിന്നെ നമ്മളത് മറന്നു പോകാവുന്ന കാര്യമാണെങ്കിൽ അതിനധികം പ്രാധാന്യം ഇവർ കൊടുക്കില്ല. നമ്മുടെ ലോങ് ലൈഫിൽ ഇത് പ്രശ്നമായി മാറുകയാണെങ്കിൽ മാത്രമേ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് അവർ പുറപ്പെടുകയുള്ളൂ. പിന്നെയുള്ളതാണ് ദേ ടേക്ക് കെയർ ഓഫ് ദെയർ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. എപ്പോഴും അവനവൻ്റെ ആരോഗ്യം നോക്കാതെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ, സമയത്ത് ഉറങ്ങാത്ത ആളുകൾ, സമയത്ത് ഭക്ഷണം കഴിക്കാത്ത ആളുകൾ, വിശന്നിരിക്കുന്നവർ, ഉറക്കം മതിയാവാതെ വരുന്ന ആളുകൾ, ഇവരൊക്കെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമല്ലേ. പെട്ടെന്ന് ദേഷ്യം വരും, ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് പാനിക്കാവും, ആകെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവനവൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡിസിപ്ലിനിലൂടെ ഒരു ലൈഫ് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ അവർക്ക് അധികം ടെൻഷനും സ്ട്രെസ്സും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നല്ല ഉറക്കം കിട്ടുന്നതും സമയത്ത് ഭക്ഷണം കഴിക്കുന്നതും സ്ട്രെസ് മാനേജ്മെൻറ്റിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമുക്ക് പാനിക് ആവാതിരിക്കാൻ, ടെൻഷൻ അടിക്കാതിരിക്കാൻ നമുക്ക് ഈസിയർ ആയിരിക്കും. നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴാണ് ഈസിയർ ആയിരിക്കുക, നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുമ്പോൾ. ഡിസിപ്ലിൻഡായ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്ക് വളരെ ഈസി ആയിരിക്കും കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട്.